നമസ്കാരം. ജ്യോതിഷമനുസരിച്ച് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ചീത്തയായ കാര്യങ്ങൾ, ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അർത്ഥമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ജനിച്ച് അല്ലെങ്കിൽ ആ ജനന സമയം മുതൽ തന്നെ വളരെയധികം സാമ്പത്തിക ഉന്നതിയോടുകൂടി ജീവിക്കാനുള്ള യോഗമുണ്ടാകും. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചിലർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ട ദുഃഖ ദുരിതങ്ങളിലൂടെ തരണം ചെയ്തു വന്നിട്ടായിരിക്കും ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കയറാനായി അവർക്ക് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ അതുതന്നെയാണ് ഓരോ ജന്മത്തിനും അല്ലെങ്കിൽ ഓരോ ജനനത്തിനും ഓരോ തലയിലെഴുത്ത് പ്രത്യേകതകളൊക്കെയുമുണ്ട്. ഭാഗ്യം ലഭിക്കേണ്ട സമയങ്ങളിൽ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വരുമെന്നതിന് യാതൊരു സംശയവും ആവശ്യമില്ല. അപ്പോഴും പ്രാർത്ഥന അനിവാര്യമാണ്. ഉയരങ്ങൾ നമ്മൾ കീഴടക്കുമ്പോഴും താഴ്ചയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴും അനിവാര്യമായ ഒരു കച്ചിത്തുരുമ്പ് തന്നെയാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് നിങ്ങൾക്കറിയുന്ന കാര്യമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും പറയുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അരോചകത്വം തോന്നിയാൽ പോലും വീണ്ടും പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥന വളരെയേറെ അനിവാര്യമാണ്. ഒരു ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആഴങ്ങളിലാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതാണ് പ്രാർത്ഥനയുടെ ഫലം. അതാണ് ദൈവത്തിനോടുള്ള ആ ഒരു ആരാധനയുടെ ഫലമായി നമ്മൾക്ക് ലഭിക്കുന്നത്. എത്ര വലിയ ദുരിതമായാലും ദുഃഖമായാലും അത് തരണം ചെയ്ത് മുന്നോട്ട് വരുവാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ശക്തി ആ പ്രാർത്ഥനയിലൂടെ, ആ നേർച്ചകളിലൂടെ, ആ വഴിപാടിലൂടെ, ആ ക്ഷേത്ര ദർശനത്തിലൂടെ, ആ ക്ഷേത്ര മണ്ണിൽ ചവിട്ടുന്നതിലൂടെ നമ്മളിലേക്ക് എത്തുന്നതാണ്. ഇവിടെ വളരെ നല്ല ഒരു മാസത്തിലാണ്, ഉയർച്ചയുടെ ഒരു മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മാർച്ച് മാസം. ഉയർച്ച എന്താണെന്ന് ചോദിച്ചാൽ മഹാശനിമാറ്റം നടക്കുന്നുണ്ട്, അതേപോലെ സൂര്യഗ്രഹണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ ഒരു നേട്ടം പല മനുഷ്യൻ്റെ ജീവിതത്തിലും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വല്പ ബുദ്ധിമുട്ടുകൾ അത് എല്ലാ ജീവിതത്തിലുമുണ്ട്. എല്ലാ ദുഃഖങ്ങളില്ലാത്തൊരു ജീവിതം ഒരു മനുഷ്യനും ഉണ്ടാകില്ല. സ്വല്പ ദുഃഖ ദുരിതങ്ങളിലൂടെ തന്നെയാവും ഏതൊരു മനുഷ്യനും കടന്നു പോകും. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല മറ്റൊരാളുടെ ജീവിതം എന്ന് പറയുന്നത്. ദുഃഖ ദുരിതങ്ങൾ ഏവർക്കുമുണ്ട്. അതേപോലെ സുഖവും അനുഭവിക്കാൻ ഏവർക്കും വിധിയും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മാർച്ച് 17. ചില നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു മാസം അല്ലെങ്കിൽ ഒരു വാരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മഹാശനിമാറ്റത്തോടും സൂര്യഗ്രഹണത്തോടും അടുക്കുന്ന വേളയിൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന ആ കരിനിഴൽ മാറാൻ പോവുകയാണ്. ഉയർച്ചയുടെ പടവുകൾ, അതായത് നിങ്ങൾ പറയാറുണ്ട് ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളാണ്, സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന് വിഷമിക്കുന്നവർക്ക്, പഴി പറയുന്നവർക്ക് അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർക്കൊരു മാറ്റവുമായിട്ടാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഇന്നൊരു വൈകുന്നേരത്തിന് ശേഷം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ മഹാശനിമാറ്റത്തിലേക്ക് നമ്മൾക്ക് കടക്കേണ്ടത് കൂടിയാണ്. വളരെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു, വളരെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ കടക്കാനായി പോകുന്നു. ഒരു നേട്ടത്തിൻ്റെ പാത ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയാണ്. കാരണം നമ്മൾ ഇനി മഹാശനിമാറ്റത്തോട് അടുക്കുന്ന ദിവസങ്ങളാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 29 മാർച്ച് 29 ആ ദിവസത്തിലേക്ക് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട്. മഹാശനിമാറ്റമൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വളരെ നേട്ടങ്ങൾ തരാൻ കെൽപ്പുള്ള ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ ചില നക്ഷത്രക്കാർക്കൊരു വമ്പൻ മാറ്റം വരാൻ പോവുകയാണ്. വമ്പൻ മാറ്റം എന്ന് ചോദിച്ചാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിലേക്ക് കോടികൾ വന്നു ചേരും എന്നതല്ല ഞാൻ പറയുന്നത്. പതിയെ മാറ്റത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, പ്രാർത്ഥന അനിവാര്യമായ കാര്യമാണ്. അതില്ലാതെ ഒന്നും നിങ്ങൾ പൂർണ്ണമാകുകയില്ല. 10 മക്കളുണ്ട് അല്ലെങ്കിൽ 100,000 സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാൽ പോലും പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതമാണോ, വീട്ടിൽ നിലവിളക്ക് കത്തിക്കാത്തൊരു ജീവിതമാണോ, അതൊന്നും നമുക്കൊരു അർത്ഥമുള്ളതാണെന്ന് പറയാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. രാവിലെയും വൈകിട്ടും 5 തിരിയിട്ട് കത്തിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒറ്റ തിരിയിടുന്നവരുണ്ട്, 2 തിരിയിടുന്നവരുണ്ട്. അപ്പോൾ നിറഞ്ഞ നിറവിളക്ക് എന്നാണ് പറയുന്നത്. നിറഞ്ഞ ദീപങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. കാരണം അത്രത്തോളം പുണ്യം നമ്മളിലേക്കും അല്ലെങ്കിൽ ആ ഗൃഹത്തിന് തന്നെ, നമ്മൾ പറയാറുണ്ട് നിറഞ്ഞ ദീപം കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു ഇമ്പം ഉണ്ടാകാറുണ്ട്, മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്, ഒരു ഭക്തി സാന്ദ്രമായ ഒരു ഹൃദയം നമ്മളിലേക്ക് അത് തുറക്കപ്പെടുന്നുണ്ട്. ഒരു വാതിൽ, ഭഗവാനോട് അടുക്കാനുള്ളൊരു വാതിൽ നമുക്ക് തുറക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക. വീട്ടിൽ സ്ത്രീകൾക്ക് കത്തിക്കാൻ പറ്റാതെ വരുന്ന അശുദ്ധിയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ പുരുഷന്മാർ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ് ഇന്നത്തെ തലമുറകൾ.
ആ ഭക്തിയോട് ഏറ്റവും അടുക്കണമെങ്കിൽ കുട്ടികളെ കൊണ്ട് ഇപ്പോഴേ അത് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നതാണ് നമ്മൾ മാതാപിതാക്കൾ കാണിക്കേണ്ടതായ ഏറ്റവും വലിയ ഒരു അവർക്ക് അവരോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചില സൂചനകൾ. അതായത് ഭക്തി എന്തെന്ന് അവർക്ക് പഠിപ്പിക്കാൻ കഴിയും, പഠിച്ചെടുക്കാൻ കഴിയും, നമ്മളാൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ അതൊക്കെയാണ്. അവരെ കൊണ്ട് ഇപ്പോഴേ നിലവിളക്ക് കത്തിക്കാൻ നമ്മൾ കൂടി സഹായിക്കുക. തീപ്പട്ടിയൊന്നും കൊച്ചുകുട്ടികളുടെ എടുത്തു കൊടുക്കാൻ വലിയ, എന്നാലും പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലുന്ന വേളകളിലേക്ക് കുട്ടികളെ അടുത്തിരുത്താനൊക്കെ ശ്രമിക്കുക. അവരുടെ ദോഷങ്ങൾ, ഇപ്പോഴേ ഉള്ള ചെറിയ ദോഷങ്ങൾ ഒരു 10-14 വയസ്സിന് ശേഷമേ അവരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബാധിക്കുകയുള്ളൂ എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ബാലാരിഷ്ടത അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നതിനും ഈ പ്രാർത്ഥനകളിലൂടെ ഇപ്പോഴേ നല്ല പൗരന്മാരായി അല്ലെങ്കിൽ നല്ല കുട്ടികളായി വളരുന്നതിനും ഈ പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ഇന്നത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു മാറ്റത്തിന്, അതായത് ഭാഗ്യത്തിനെ വരവേൽക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നു മുതൽ ചില നക്ഷത്രക്കാർക്ക് വളരെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദൃഢനിശ്ചയത്തോടു കൂടി ഏത് കാര്യത്തിനും ഇനി നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്കിനി വലിയ പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് പിന്മാറാൻ തോന്നുകയില്ല. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാകട്ടെ എന്നൊരു പറച്ചിൽ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇനി പക്ഷെ നിങ്ങൾക്കത് പറയാൻ തോന്നില്ല. അതാണ് ഏതൊരു കാര്യത്തിലും ആ കാര്യം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നത് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. നിങ്ങളാൽ, നമ്മൾ പറയാറുണ്ട് ചരിത്രം തിരുത്തി കുറിക്കണം, മാറ്റി കുറിക്കണമെന്ന്. അപ്പോൾ നമ്മളാൽ ചെയ്യേണ്ട പല കാര്യങ്ങളും വിജയം ഭഗവാൻ അവിടെ കണ്ടുവച്ചിരുന്നാൽ ആ കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് ഓൾറെഡി നമ്മളിലേക്ക് എത്തപ്പെടും. അങ്ങനെ ഒരു സമയമാണ് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിനി ഉണർന്ന് പ്രവർത്തിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നിൽക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ വിജയം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ശരിയായി ചിന്തിച്ച് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് നിങ്ങൾക്ക് വിജയമായി മാറുന്നതാണെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല. അസാധ്യം എന്ന ഒരു വാക്ക് ഇനി നിങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാവുന്നതാണ്. അത്രത്തോളം ഭാഗ്യദായകമായ ഒരു സമയമാണ്. ബുദ്ധിശക്തി ധാരാളമുണ്ട്, പക്ഷേ വേണ്ട സമയങ്ങളിൽ വേണ്ട പോലെ ഉപയോഗിക്കുന്നതിൽ അപര്യാപ്തത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലവിധ ദുരിതങ്ങളും വന്ന് ചെറിയ ചെറിയ നല്ല ജോലികളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലുത് വരട്ടെ, വലിയ ശമ്പളമുള്ളത് വരട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ചെറുതും ഇല്ല, ഇപ്പോൾ വലുതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളെല്ലാം അല്പം ബുദ്ധി കൗശലമായി അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ളൊരു മനസ്സാണ് പാകപ്പെടുത്തിയെടുക്കേണ്ടത്. വിജയം നിങ്ങൾക്കൊപ്പമുള്ള ഒരു സമയമാണ് ആരംഭമായിരിക്കുന്നത്. ഉത്രം, അത്തം, ചിത്തിര, നിങ്ങളുടെ ജീവിതത്തിലേക്കും വിജയം കടന്നു വരികയാണ്. ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ മുന്നോട്ടിറങ്ങണം. മടി കാണിച്ച് പിന്നോട്ടിരുന്ന് ആരെങ്കിലും ജോലി തരട്ടെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് എനിക്കൊരു ജോലി നടട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയല്ല. നമ്മൾ പഠിച്ചിറങ്ങി, നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരായി നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജോലിക്കായി ശ്രമിക്കുക. അച്ഛനെയും അമ്മയും നോക്കേണ്ട കടമ നമ്മൾക്കുണ്ട് എന്ന് ധൈര്യത്തോടു കൂടി മുന്നോട്ടിറങ്ങുക. ഒരു ജോലിക്കൊക്കെ തിളങ്ങി നിൽക്കാനൊക്കെ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്ന സമയമായതിനാൽ ചെറുതോ വലുതോ ഏത് ജോലിക്കിറങ്ങിയാലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്. പ്രതിരോധിച്ച് അല്ലെങ്കിൽ മാറി ഒരു കാര്യത്തെ പ്രതിരോധിക്കാതെ അല്ലെങ്കിൽ ഒരു തടസ്സമാണ് വരുന്നത്. ആ തടസ്സം എങ്ങനെ മാറ്റാൻ പറ്റും, നമ്മളെക്കൊണ്ട് ഏത് രീതിയിൽ ശ്രമിച്ച് മാറ്റാൻ പറ്റുമെന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. തടസ്സം വരുമ്പോൾ ആകെ ഡള്ളായി അല്ലെങ്കിൽ ഡൗണായി മാറിയിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. വിജയം നിങ്ങൾക്കൊപ്പം തന്നെയാണ്. ലക്ഷ്യം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ മുന്നിൽ വളരെ ഒരു ഭാഗ്യവാതിൽ ഇപ്പോൾ തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു 21 ദിവസത്തിനുള്ളിൽ നല്ല ഒരു ജോലിയുടെ ഓഫർ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും, യാതൊരു സംശയവുമില്ല. അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടേക്ക് ഒരു നേർച്ച മനസ്സിൽ സങ്കല്പിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കൊണ്ട് തന്നെ ആ നേർച്ച നിങ്ങൾ നടത്തുകയും വേണം. നേർച്ചകൾ, ജോലി കിട്ടി നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറി കഴിയുമ്പോൾ നേർച്ച മറക്കുക എന്നത് ഒരിക്കലും വരാൻ പാടില്ല. അത് പിന്നീട് ദോഷത്തിനും അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കുക. അപ്പോൾ 21 ദിവസത്തിനുള്ളിൽ ജോലി നല്ലൊരു ഓഫർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തിയ തിരുനടയിൽ നിന്ന് തന്നെ മനസ്സിൽ ഒരു നേർച്ച സങ്കല്പിച്ചിട്ട് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോഴും ആ നേർച്ച നടത്തുകയും വേണം. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും അല്പം സാവധാനം എന്ന ഒരു ചിന്തയുണ്ട്. സാവധാനം പോയിക്കൊണ്ടിരുന്ന നമ്മളെക്കാട്ടി എല്ലാവരും ദൂരെ പോയി വേഗത്തിൽ പോവുകയും നമ്മൾ ഏറ്റവും പുറകിലാവുകയും ചെയ്യും എന്ന ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക.
മറ്റുള്ളവരോടൊപ്പം മുന്നോട്ട് പോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സമയമാണ്. കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ഫലം കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയത്തിലാണ് എത്തി നിൽക്കുന്നത്. ബുദ്ധിശക്തിയുമുണ്ട്, ധൈര്യവുമുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. അത് മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവരെ തിരിച്ച് വഴക്ക് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും പഴയതുപോലെ ഒരു കാര്യങ്ങൾക്കും ഊർജിതമായി ഇറങ്ങാതിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയല്ല വേണ്ടുന്നത്. നല്ല സമയമാണ്. ഇപ്പോൾ ശ്രമിച്ചാൽ ഏത് കാര്യവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിജയം നേടുന്നതുവരെ ഞാൻ പരിശ്രമിക്കുമെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലൊരു ഭാഗ്യം സമയമാണ് തുറന്നിരിക്കുന്നത്. ജോലി, വിവാഹം, സന്താന ഭാഗ്യം, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നും പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. നന്നായി പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്ര ദർശനം നടത്തി വേണ്ടുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് അവിടെ വർഷാവർഷം വാർഷികം വരുന്ന സമയങ്ങളിൽ കലശപൂജയൊക്കെ ഉണ്ടാകുമല്ലോ. ആ സമയം ക്ഷേത്ര ദർശനം നടത്തുക. എണ്ണയൊക്കെ സമർപ്പിച്ച്, എണ്ണാതിരി, ചന്ദനത്തിരി, കർപ്പൂരം ഇതൊക്കെ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ആഗ്രഹങ്ങളൊക്കെയും പൂവണിയും. വർഷാവർഷം വീണ്ടും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം എന്ന ഒരു വാക്ക് അമ്മയ്ക്കും ഭഗവതിക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു പോരുക. വളരെ നേട്ടത്തിൻ്റെ സമയം വന്നിരിക്കുന്ന ഈ വേളയിൽ അലസരായി നിൽക്കാതെ മുന്നോട്ടിറങ്ങുക. നല്ല ഭാഗ്യസമയമാണ് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ നന്ദി.